ഉറക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ? ഉറങ്ങിയാലല്ലേ ബുദ്ധിമുട്ട്. A few moments later. അയ്യോ അമ്മ. ആഹാ, കോളെടുക്ക്. ദയവ് ചെയ്ത് നിങ്ങൾ വായി തുറക്കരുത്. അതെന്താ? നിന്റെ ശബ്ദം കേട്ടാ എന്തെന്ന് എന്നെ തെറ്റിദ്ധരിക്കും, അതുകൊണ്ട്. ഓക്കെ, അങ്ങനെയൊന്നുമില്ല. നീ പറയുന്നതിലും ഒരു കാര്യം. നീ കോളെടുക്ക്. ഹലോ അമ്മ. ആ മോനെ, സുഖാണോടാ നിനക്ക്? ആ അമ്മ. എന്റെ ശിവക്കുഞ്ഞിനെ കണ്ടിട്ട് എത്ര നാളായി? കുഞ്ഞോ? ഇവനോ? ആ അമ്മ, ഞാനും അമ്മ മിസ് ചെയ്യുന്നുണ്ട്. എന്റെ വാവ ഫുഡൊക്കെ കഴിച്ച് നല്ല കുട്ടിയായിരിക്കട്ടാ. മിണ്ടാതിരിക്കണേ. സോറിടാ. എന്താ അവിടെ ഒരു പെണ്ണിന്റെ ശബ്ദം? ആരാണ് ചിരിക്കുന്നേ? അതിനമ്മ അപ്പുറത്ത് കുട്ടികളെ നിൽക്കുക ഓർമ്മിച്ചിരിക്കുക. അതിന്റെ ബാഗ് എന്തെങ്കിലും ഫോൺ വെക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാവേ. ആ മോനെ. എടി, നിനക്ക് ചിരിക്കണല്ലേ? സോറിടാ, നിന്നെ വാവയെന്ന് വിളിച്ചപ്പോ ചിരിച്ചോയടാ. ഓഹോ, നിന്നെ ഞാൻ ചിരിപ്പിച്ചു തരാം. നീ ചിരിക്കും. A few moments later. അമ്മ. ഓ അമ്മ. ശിവ പ്ലീസ്, ദൈവത്തെ ഓർത്ത് ഒച്ച വയ്ക്കല്ലേ. ഇല്ല. ഹലോ അമ്മ. ഹാ മോളേഷ. ഹലോ ആന്റി. പാട്ടി. ആരാ മോളേത്? അമ്മ, ഞാൻ പുറത്താ. ഇവിടെ ആരോ ഒച്ച വയ്ക്കുന്നേ. ഞാൻ പിന്നെ വിളിക്കാവേ. ആ ശരി മോളെ. ഹടാ പട്ടി. ओ साथिया 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 साथिया. One eternity later. साथिया. കൊള്ളാലോ. എന്ത്? ഒന്ന് അഴിഞ്ഞു എഴുന്നേറ്റപ്പോഴേക്കും നിന്റെ തലയിലെ കിളികളൊക്കെ പറന്നുപോയി. ഓ, ഞാൻ പറഞ്ഞു കേട്ട് അപ്പോഴത്തേക്ക് അവൾ അടയിൽ കയറി. ഓ പറ പറ. ഓ, ആ ഫ്ലോ ഒന്ന് പോയി. ഞാൻ പറഞ്ഞത് നമ്മള് രാവിലെ 8 മണി തൊട്ട്. അതിന് നമ്മൾ 8 മണി തൊട്ടില്ലല്ലോ. ഓ, ചളി തെറിച്ച്. തുറച്ചറിഞ്ഞിരി. ഓ ചേ, എന്താടാ ഇഷാ ഇല്ല തുറന്ന വല്ലാസനം ഞാൻ ചോദിച്ചേ. ഒരു മനുഷ്യനൊരു കാര്യം ശ്രമിക്കാന്ന് വെച്ചാ ഓഫ്, രാവിലെ 8 മണി തൊട്ട് 12 മണി വരെ കിടന്ന് ഇറങ്ങില്ലെന്ന് പറയാൻ വരുമായിരുന്നു. അത് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, എന്നിട്ട് പറയാ അത് പറയാൻ വരുമായിരുന്നു. സില്ലി ബോയ്. നിനക്കെന്താ ഇപ്പൊ ഒന്നും പറയാനില്ലേ? നോക്കോ ആ തോന്നുന്നല്ലേ പറഞ്ഞൂടി. ശരി, നീയല്ലേ പറഞ്ഞു വാ തുറന്ന വായിൽ ആസിഡ് വെച്ചോന്ന്. ഇനി ഇങ്ങനെ ഇരിക്കുന്നൊന്നും ഇനി പറ. എനിക്ക് വിശക്കുന്നതാ പട്ടി. ആ, ഏതായാലും സമയമായല്ലോ. വാ പോയി ഫുഡ് പ്രിപ്പയർ ചെയ്യും. ആ ഓക്കെ.
ഏതായാലും നമ്മൾ ഒന്നോ രണ്ടോ വീട്ടിലൂടെ ആയിരിക്കുമല്ലോ. ഇപ്പൊ നിനക്ക് എന്നെ പറ്റിയൊന്നും അറിയില്ല, എനിക്ക് എന്നെ പറ്റിയൊന്നും അറിയില്ല. സോ നമുക്ക് ഇതൊന്നും അറിയാൻ ഒരു ഡീറ്റെയിൽ ഇൻട്രോൾ ഉണ്ടായി. ലേഡീസ് ഫസ്റ്റ്. എന്റെ പേര് ഇഷ അഥവാ ഇഷ വിശ്വനാഥ്. എന്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, പിന്നെ ഒരു ചേച്ചിയുണ്ട്. അച്ഛൻ്റെ പേര് വിശ്വനാഥ്, അമ്മയുടെ പേര് അഞ്ജലി, പിന്നെ ചേച്ചി മാനസി. ഞാൻ സ്റ്റഡീസിനും വർക്കിനും വേണ്ടി ബാംഗ്ലൂർ വന്നു. ഇപ്പോൾ ഇവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. നാട് മുന്തിരിപ്പാടം, 24 വയസ്സ്. പിന്നെ എന്റെ ബിഹേവിയർ ഒക്കെ നമുക്ക് മനസ്സിലാക്കണമല്ലോ. ദാറ്റ്സ് ഇറ്റ്. എന്റെ പേര് ശിവ അഥവാ ശിവാദേവ്. എന്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, പിന്നെ ഒരു ഏട്ടനുണ്ട്. അച്ഛൻ്റെ പേര് ദേവ്, അമ്മയുടെ പേര് അമ്മ, ഏട്ടൻ മാധവ്. പിന്നെ ഞാൻ ഇവിടെ നിന്നെപ്പോലെ സ്റ്റഡീസിനും വർക്കിനും വേണ്ടി വന്നു. ഇപ്പോൾ ഇവിടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. 26 വയസ്സ്. നിങ്ങളെ നാട്ടിൽ വന്നു. പിന്നെ എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ സ്വീറ്റ്, ഹാൻഡ്സം, ഹോട്ട്, പിന്നെ ഒരു പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കാൻ കഴിയുന്നത്. പിന്നെ മിസ്റ്റർ എസ്.പി. സ്വയം പുകഴ്ത്തി എന്ന്. ഓഹോ, എടാ ഞാനെന്ന് പറയാൻ മറന്നുപോയി. എന്റെ ചങ്ക്, മൈ ലവബിൾ ഡിയമോൾ, എന്റെ ബെസ്റ്റ് ബഡി, മൈ സോൾമേറ്റ്. എനിക്കൊണ്ട് പറയുന്നു ഇടയ്ക്ക് ഒരു കപ്പാക്കിയില്ലേ. ഓ സോറി യു പറഞ്ഞു. മൈ സോൾമേറ്റ്, മൈ ബെസ്റ്റ് ബഡി, ആസ്ട്രോ. ഓ നീ ഇവിടെ വർക്ക് ചെയ്യുന്നു? SBO കമ്പനി. ഓ അവിടെയാണോ? ഞാൻ SBO ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവരിന് SBO കമ്പനി അടുത്താന്ന് തോന്നുന്നു. ആടാ ആരാടാ? ഞാൻ പറഞ്ഞില്ല എന്റെ ചങ്ക് അവനാ. അവൻ എന്നോട് ഭയങ്കര സ്നേഹം. ഇടയ്ക്കിടയ്ക്ക് വെച്ച് ഞാൻ ഓക്കെയാണോ എന്നൊക്കെ ചോദിക്കും. എടാ നീ കൂടി അവൻ എന്റെ ഫ്രണ്ടാ. ഞാൻ ചുമ്മാ പറഞ്ഞു. നീ കോൾ എടുത്തു. നീ മാറി നിൽക്കാം. നിക്ക്, ഞാൻ നിനക്ക് അവന്റെ സ്നേഹം കാണിച്ചത്. ഹലോ. എടാ മാറ്റവാഴേ, എവിടെയാടാ നീ? നിനക്ക് എന്താടാ മേരിയ ഫോൺ എടുത്താൽ? പിന്നെ ഇത് തേങ്ങടാ നിനക്ക് ഫോൺ. പണ്ടാര കാലം എവിടെ പോന്ന് പണ്ട് പോക്കൂടെ നിനക്ക്? എടാ നിക്ക്, ഞാൻ പറയട്ടെ. ഓ പറഞ്ഞു കളിക്ക്. സ്നേഹം എന്ന് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സ്നേഹം കൂടുമ്പോഴേ അങ്ങനെ കൊലമാരുടെ സദാ പിടിച്ച് കെഞ്ച കണ്ടിരുന്നു. എടാ നിനക്ക് പെണ്ണ് സെറ്റായില്ലേ? എന്നിട്ട് എന്നോടൊരു വാക്ക്. എടാ പറ്റി, ആദ്യം ഞാൻ പറയുന്നു, നീ ഇവിടെ കേക്ക്. ഓ അങ്ങനെയാണ് അപ്പൊ കാര്യങ്ങൾ. ഏതാടാ കൊച്ച്? എനിക്കൊന്ന് സംസാരിക്കണം. നീ പറഞ്ഞു അവള് കേട്ടോ. ഫോൺ ലൗഡ് സ്പീക്കറിലാണ്. അപ്പൊ ഞാൻ നിന്നെ പറഞ്ഞതല്ലേ അവള് കേട്ടോ? ഞാൻ കേട്ടു. ശിവ പറഞ്ഞിട്ടുണ്ട്. ഹായ് ഇഷ, ഐ എം ആസ്ട്രോ. അത് പിന്നെ ബൈ ദ വേ വാട്ട്സ് യുവർ നെയിം? ഇഷ. ഓഹോ ഇഷ, അത് പിന്നെ അവനെ കാണാത്ത ടെൻഷൻ കൊണ്ടും അവന്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ അവനെ വിളിച്ചത്. ഓ അതൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നെ നിങ്ങൾ എത്ര ക്ലോസ് ആണെന്നും മനസ്സിലായി. ഇത്ര ക്ലോസ് അല്ലാത്തവരെ ഇങ്ങനെയൊന്നും സ്വാതന്ത്ര്യം എടുത്ത് വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങൾ ബെസ്റ്റ് ബഡീസ് ആണെന്ന് പ്രൂവ് ചെയ്തു. ഓ മൈ ഗാഡ് ഇഷ, യു ആർ ഓസം. താങ്ക് യു. ശിവ ശരിയാ, ഞാൻ വെക്കുവാ. ടൈമായി. ഇനി 3 മിനിറ്റ് ബ്രേക്ക് ഉള്ളൂ. ആടാ ബൈ. ബൈ ഇഷ. ബൈ. ശിവ ഇനി ഞാൻ അങ്ങോട്ട് വരാവേ. നീ ലൊക്കേഷൻ ആക്കി. ആടാ അയക്കാം. സോ ഇന്ന് നിന്റെ ചങ്ക വരല്ലേ? എന്നാ ഞാൻ ഡിയനെ വിളിക്കാം. എന്നിട്ട് നമുക്ക് നിങ്ങൾ സോൾവ് ചെയ്യാൻ ഡിസ്കസ് ചെയ്യാം. പിന്നെ തമ്മിലൊന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ. ഈ കാര്യം ഇപ്പോൾ ഇവർക്കല്ലേ അറിയൂ. സോ നമ്മൾ നാളെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? നല്ല ഹായ് ശിവ ബ്രോ, ഞാൻ ലിയ, ഇഷയുടെ ഫ്രണ്ടാ. ഹായ്. ഇഷ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് താങ്ക്സ് ഫോർ ദി ഇൻഫോർമേഷൻ. നോ മെൻഷൻ. ഇതാരാന്ന് എനിക്കറിയാം. സോ ഞാൻ വേറെ ഓപ്പൺ ചെയ്യാം. ആടാ അറിയാ വാ വാ.
എന്റെ നാട് നന്ദിയുണ്ടാ നാടിന്. ഹായ് ഗേൾസ്, ഐ എം ആസ്ട്രോ. ഓ ഹലോ, ഞാൻ ഇഷ. നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടതാണല്ലോ. ആ ശരിയാ. ഹായ് ആസ്ട്രോ, ഞാൻ റിയ, ഇഷയുടെ ഫ്രണ്ടാണ്. ഓ ഹായ് റിയ, ഞാൻ ആസ്ട്രോ, ശിവയുടെ ഫ്രണ്ടാണ്. സോ ഗേൾസ്, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് ആൻഡ് സേ അബൌട്ട് മീ. ഗേൾസ് വേണ്ട, ബ്രോയിലേക്ക് മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്താൽ മതി. എൻ്റെ അടുത്ത് ബ്രോനെ പറ്റി ശിവ പറഞ്ഞിട്ടുണ്ട്. ഓ മൈ ബോയ്, ബൈ ദ വേ എന്താണ് എന്നെ പറഞ്ഞത്? അതിപ്പോ പറയണം, ലേക്ക് നിന്ന് ഇൻട്രോ കൊടുത്തിട്ട് പറഞ്ഞാൽ പോരെ? ഓ നീ പറ, ഞാൻ കേൾക്കട്ടെ. എന്നാ ഓക്കെ. ശിവ പറഞ്ഞു, ഇഷാ വേണ്ട മോളെ വീട് ഇല്ല കൊടുക്കട്ടെ. ശിവ നീ മിണ്ടാതെ, നീ എന്നെ പറ്റി പറഞ്ഞത് കറക്റ്റ് ആയിരിക്കും. സോ ഇഷ യു കണ്ടിന്യൂ. എന്നാ ഓക്കെ. ഓ ഇവൻ ശിവ പറഞ്ഞു, ആസ്ട്രോ ഒരു കാട്ടുകോഴിയാണ്. യാ എന്ത് യു ബ്ലഡി ഉണക്ക സോൾമേറ്റ് ചതിയാ. ആക്ച്വലി ഞാൻ കോഴിയല്ല ഇഷമോളെ, അല്ലേ വേണ്ട ഇഷ പെങ്ങളെ. കോളേജിൽ പഠിക്കുമ്പോൾ ആരാ വായി നോക്കാത്തത്? ആ ടൈമിലൊന്ന് വായി നോക്കി, അത്രേ ഉള്ളൂ. ഞാനിപ്പോ ഒരു പെണ്ണിനെ മുഖത്തോട് നോക്കാറില്ല. വേറെ എവിടെയെങ്കിലും ആയിരിക്കും നോക്കാം. ഡാ, ഞാൻ അത്രക്കാരൻ നെഹി. അതെ, കോളേജിൽ പഠിക്കുമ്പോ എല്ലാരും വായി നോക്കും. ആ അത് സ്വാഭാവികമാണ്. പോട്ടെ ഞങ്ങളെ, എല്ലാം ശരിയാവും. ആ പെങ്ങളെ, പെങ്ങളും അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ കാര്യത്തിലോട്ട് കിടക്കായിരുന്നു. സോ ഇപ്പൊ എന്താ പറയാനുള്ളത്? ഐ മീൻ ഐഡിയാസ്. എനിക്ക് വിശക്കുന്നു. നമുക്ക് മുന്നിൽ സിംഗാണല്ലോ ആങ്ങളെ. അതെ പെങ്ങളെ, വി ആർ ബ്രദർ ആൻഡ് സിസ്റ്റർ ഫ്രം വേറെ മദർ. യാ, ബ്രോ ബൈ ബ്ലഡ്, നോ ബ്രോ ബൈ ബോണ്ട്. യെസ് ആങ്ങളെ. പെങ്ങളെ ഇഷ മതി നിർത്തി, ഒരു അനുസരിക്കുള്ളടി. സത്യം, ആസ്ട്രോ ഇഷ നിർത്ത് മതി. ഒരു ബ്രദറിനെയും സിസ്റ്ററിനെയും സ്നേഹം മനസ്സിലാക്കാൻ കഴിയാത്ത ബ്ലഡി അൺഎഡ്യൂക്കേറ്റഡ് ഇൻഡസ്ട്രീസ്. അതെ, അൺഎഡ്യൂക്കേറ്റഡ് ഇഡിയറ്റ്സ്. ഇഷ ആസ്ട്രോ ഇഷ രണ്ടും മര്യാദയ്ക്ക് നിർത്തിക്കോ. സഹിക്കുന്നതിനൊക്കെ അതിരില്ലേ? ഓ വാ പെങ്ങളെ, നമുക്ക് മിണ്ടാതിരിക്കാം. ആ അങ്ങനെ നമ്മളൊക്കെ കൂടെ കുത്തിരിക്കുന്നതിന് വല്ല ബോധമുണ്ട് ആർക്കെങ്കിലും? ആ നമ്മളോട് കൂടെ ഇരിക്കുന്ന ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനല്ലേ? ഐ മീൻ നിഷയുടെയും ശിവയുടെയും സിറ്റുവേഷന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനല്ലേ നമ്മളെല്ലാരും കൂടെ ഇവിടെ കുത്തിയിരിക്കുന്നത്? ആരെങ്കിലും ഇതിനൊരു സൊല്യൂഷൻ പറ. അല്ല ഇപ്പൊ എന്താ ആങ്ങൾക്ക് നിങ്ങൾക്കൊന്നും പറയാനില്ല? എനിക്ക് വിശക്കണു. ഓ ഇതുങ്ങളെയും കൊണ്ട് ഇനി നമുക്കൊന്നും പറ്റില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ, വിശക്കുമ്പോൾ നിങ്ങൾ നിങ്ങളല്ലാതെയാവുന്നു? ഇനി എന്താ സ്നിക്കേഴ്സിന്റെ ആഡ് ചെയ്യാൻ പോവാണോ? എടാ മിണ്ടാതിരിക്കി, എന്റെ പെങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ആ ഓ ഇനി ഏതായാലും ഫസ്റ്റ് തൊട്ട് പറയാം. വിശക്കുമ്പോൾ നിങ്ങൾ നിങ്ങളല്ലാതെയാവുന്നു. ഹംഗ്രി, എടുക്ക സ്നിക്കേഴ്സ്. എടാ ആങ്ങളെ, സോറി. നീ എന്താ പറഞ്ഞു തരുന്നേ? ഫുഡ് ഫുഡ് വേണം. വേണം. ഇത് പച്ചക്കുതിരയിലെ ദിലീപിന്റെ ഡൂ പോലെ ഉണ്ട്. സത്യം. പൊടി. ആ ഏതായാലും കഴിക്കാതെ അടങ്ങുന്ന എനിക്ക് മനസ്സിലായി. എനിക്ക് ഫുഡ് ഓർഡർ ചെയ്യും. ശിവ നീ മുത്തം. അതെ ഉമ്മ. പോടാ. A few moments. സോ ബാക്ക് ടു ഡിസ്കഷൻ. അതെ, ഇനി സീരിയസ് ആവാം. ഭാഗ്യം ഇപ്പോഴെങ്കിലും ബോധം വന്നല്ലോ. അതെ ഭാഗ്യം. സോ ഗൈസ്, നിങ്ങൾ വർക്കിന്റെ കാര്യത്തിൽ എന്താ തീരുമാനിച്ചിരിക്കുന്നത്? പോവാനാണോ അതോ? പോവാൻ തോന്നുന്നു. വെറുതെ എടുത്ത് സാലറി എന്ന് പറയും. ആ അത് ശരിയാ, ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചതാ. ഏതായാലും ഡെയിലി എക്സ്പെൻസിനൊക്കെ പൈസ വേണ്ടേ? നാളെ തൊട്ട് പോയാലോ എന്ന് ആലോചിക്കോ? ഏതായാലും നിങ്ങൾ രണ്ടാളും നാളെ ജോലിക്ക് വന്ന് നോക്ക്, വെറുതെ ലീവ് കളയണ്ട. ലീവ് മാത്രമല്ലല്ലോ, സാലറിയും കുറയില്ലേ, വർക്ക് കൂടുകയും ചെയ്യും. ഏതായാലും നിങ്ങൾ ലീവ് പറഞ്ഞ പോലെ നാളെ വർക്കിന് പോകാൻ നോക്ക്. 3 ദിവസമായി തന്നെ ലീവ് എടുത്തതല്ലേ. പിന്നെ 2 വീക്ക് കഴിഞ്ഞിട്ട് നാട്ടിലൊക്കെ പോയാൽ മതി. ഇപ്പൊ ഈ വീട്ടിൽ നിൽക്ക്. ആ അത് ശരിയാ, ഏതായാലും 2 വീക്ക് കഴിയാതെ എനിക്ക് നാട്ടിൽ പോകാൻ പറ്റില്ല. അതെന്താണ്? അമ്മ വിളിച്ചപ്പോ അന്ന് വലിയ കാര്യത്തില് വരില്ല, 2 വീക്ക് കഴിയുന്നൊക്കെ പറഞ്ഞു. നല്ല കുട്ടി. ഞാൻ കണ്ടു ഇതിങ്ങനൊക്കെ നടക്കുന്നു. ഏതായാലും നിങ്ങൾ ഇനി അർക്കുന്നു, ബാക്കി നമുക്ക് വഴിയെ തീരുമാനിക്കാം. ഏതായാലും ഞാൻ ഇറങ്ങുവാ.
റിസ്ക്കുള്ളതല്ലേ. ലിയ, നീ ഇങ്ങനെ പോവും? വണ്ടി എടുത്തിട്ടുണ്ടോ? ഇല്ലടി, ഓട്ടോയിലാ വന്നേ. ആസ്ട്രോ, നീ ലിയെ ഡ്രോപ്പ് ചെയ്യും. അത് ശരിയാ, നീ ആസ്ട്രോ ബ്രോവിന്റെ കൂടെ പോയാ മതി. പിന്നെ എത്തിയിട്ട് വിളിക്ക്. ആ, വിളിക്കാം. ലിയ വാ പോവാം. ആ, ശിവ പെങ്ങളെ ബൈ. ഇഷ, ശിവ, ബൈ. എടാ സൂക്ഷിച്ച് പതുക്കെയൊക്കെ പോയി. നീ വണ്ടി ഇന്നും ഇന്നലെ ഓടിക്കാൻ തുടങ്ങിയതല്ല. ആ ശരിയാ, നീ ഇങ്ങനെ ഓടിക്കുമെന്ന് അറിയുന്നെന്ന് പറയാ. ഇത് റേസ് ഒന്നുമല്ല, സോ മെല്ലെ പോയാ മതി. ഓ ശരി സാർ, മെല്ലെ പൊക്കോളാം. साथिया साथिया साथिया